വിമാനത്തിൽ ബോംബുണ്ടെന്ന വ്യാജ ഭീഷണി മുഴക്കിയ യാത്രക്കാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് നെടുമ്പാശ്ശേരിയിൽ അറസ്റ്റിലായത്. ലഗേജിൽ ബോംബുണ്ടെന്ന് താൻ തമാശ പറഞ്ഞതാണെന്നായിരുന്നു ഇയാളുടെ വിശദീകരണം. വ്യാജ ഭീഷണിയെ തുടർന്ന് 2 മണിക്കൂറിലധികമാണ് വിമാനം വൈകിയത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം ഉണ്ടാവുന്നത്. തായ് എയർലൈൻസിൽ തായ്ലൻഡിലേക്ക് പോകാനെത്തിയ ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് ഇയാൾ, പ്രശാന്ത് എന്ന് പറയുന്നയാൾ. അദ്ദേഹം കുടുംബവുമായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഈ ലഗേജ് പരിശോധനയിൽ, കയ്യിലിരുന്ന ഹാൻഡ് ബാഗ് സംബന്ധിയായ പരിശോധനയിലെല്ലാം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതെന്ത് എന്ന് ചോദിച്ചപ്പോൾ പ്രശാന്ത് മറുപടി നൽകിയത് ഇതിൽ ബോംബ് ആണെന്നായിരുന്നു മറുപടി നൽകിയത്. ചോദ്യം വീണ്ടും ആവർത്തിക്കുമ്പോഴും ഇതേ ഉത്തരം തന്നെയാണ് ഇയാൾ നൽകിയത്. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും വിശദമായ പരിശോധനയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇയാൾക്ക് താൻ തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതേ ഗൗരവത്തിൽ, അത് തുടക്കം പറഞ്ഞതുകൊണ്ട് ഗൗരവത്തിൽ തന്നെ ഉദ്യോഗസ്ഥരെടുത്തു. തുടർന്ന് അത് വിശദമായ ഒരു പരിശോധനയിലേക്ക് പോകേണ്ടി വരികയും ചെയ്തു. പ്രശാന്തിനെ കൂടാതെ, ഈ യാത്രക്കാരനെ കൂടാതെ ഭാര്യയും മകനും മറ്റ് ഒരുമിച്ചാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഇവർക്ക് കൂടി അതിലേക്ക് എല്ലാം തന്നെ പരിശോധനയിലേക്ക് വിധേയമാക്കേണ്ടി വന്നിരുന്നു. പിന്നീട് ഇത് ബാഗ് തുറന്ന പരിശോധന, ഇയാളുടെ യാത്ര തടഞ്ഞായിരുന്നു പരിശോധന ഉണ്ടായത്. ഇതിൽ മറ്റൊന്നും ചെയ്യാനില്ല, പരിശോധനയ്ക്ക് വിധേയമാകുക. മാത്രവുമല്ല, ഇത് ഗുരുതരമായ ഒരു തെറ്റാണ്. അതുകൊണ്ട് തന്നെയും പുലർച്ചെ വിമാനം അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം പരിശോധനയിലേക്ക് വന്നു. പുലർച്ചെ പോകേണ്ടിരുന്ന 2:10 പോകേണ്ടിരുന്ന വിമാനം പിന്നീട് 4:10 4:30 ഇവിടെ നിന്ന് പറന്ന് ഉയരാനായത്. വിമാനം വൈകുക എന്നത് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥിതിയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. ഇയാളുടെ അറസ്റ്റ് നടപടികളുടെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഒരു തമാശ എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ വിമാനയാത്രയ്ക്ക് എത്തുന്നവർ ഈ രീതിയിലേക്ക് പെരുമാറുന്നെല്ലാം തന്നെയും ഗുരുതരമായ കാര്യങ്ങളിലേക്ക് വഴിതെളിക്കും എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഏതായാലും ഇതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി